നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ്ട് ഒരു മാസത്തോളമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജനാസയുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് 1-2 ആഴ്ചകൾ കൊണ്ട് പൂർത്തിയാക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പല അബദ്ധങ്ങളും വീട്ടിലുള്ള ആളുകളൊക്കെ മരിക്കുമ്പോൾ പൂർത്തിയാക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പല അബദ്ധങ്ങളും വീട്ടിലുള്ള ആളുകളൊക്കെ മരിക്കുമ്പോഴേ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ, ചിന്തിക്കാറുള്ളൂ. ആ സമയത്ത് ഒരാളോട് ചോദിക്കാനോ അല്ലെങ്കിൽ അറിയാനോ പഠിക്കാനോ പറ്റിയ അവസരവുമല്ല. അതുകൊണ്ടാണ് വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കഴിവിന്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിൽ, പഠിപ്പിച്ച രൂപത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മയ്യിത്തുകൾ ആയിത്തീരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിവിന്റെ പരമാവധി എന്നല്ല, അതിനപ്പുറമായി തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സവിസ്തരമായി ഈ കാര്യങ്ങൾ ഈ നമുക്ക് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ കുളിയുടെ മുമ്പുള്ള സുന്നത്തുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിയുടെ രൂപം പഠിപ്പിക്കുകയാണ് എന്ന് ചുരുക്കി പറയാം. ആദ്യമായി മയ്യിത്തിന്റെ തലയും താടിയുമാണ് കഴുകേണ്ടത്. ഇത് മയ്യിത്ത് കുളി എന്നത് മാത്രമല്ല, സാധാരണ ഏത് കുളിയിലും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തലയും താടിയും കഴുകി പിന്നെയാണ് ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കഴുകേണ്ടത്. സാധാരണ നേരം തിരിച്ചുണ്ടാകുന്നത്, അതിന് നേരത്തോട്ട് വരില്ല. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന സുന്നത്ത്. പ്രത്യേകിച്ചും മയ്യിത്ത് കുളിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യിത്തിന്റെ തലയും താടിയും പ്രത്യേകമായി കഴുകാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇത് 3 തവണ കഴുകണമെന്നും ഹദീസിൽ കാണുവാൻ സാധിക്കും. അതിനുശേഷം ശരീരത്തിൽ മുകളിലൂടെ ഒന്നിച്ച് 1-3 തവണ ഒന്നിച്ച് വെള്ളമൊഴിക്കുക. അതിനുശേഷം മയ്യിത്തിന്റെ ആദ്യം വലതുഭാഗവും പിന്നീട് ഇടതുഭാഗവും കഴുകേണ്ടതാണ്. ദൈഹികാവയവങ്ങൾ കഴുകുമ്പോൾ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ച പോലെ വസ്ത്രം പരിപൂർണമായി എടുക്കാതെ അത് അവിടെ ഭാഗം മറക്കുകയും കയ്യിൽ ഗ്ലൗസോ മറ്റോ ധരിച്ചുകൊണ്ട് അത് ബന്ധിച്ചു പിടിച്ചുകൊണ്ടാണ് വീണ്ടും ആവശ്യം വരുമ്പോൾ കഴുകുകയോ മറ്റോ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം വലതുഭാഗം കൊണ്ട് തുടങ്ങി പിന്നീട് ഇടതുഭാഗം കഴുകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് കൽപ്പിച്ചു. അത് കാൽഭാഗം വരെ ഒന്നിച്ചു തന്നെ കഴുകുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു ഭാഗം മലർത്തിക്കിടത്തിയ മയ്യിത്തിന്റെ മുകൾ ഭാഗം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ മയ്യിത്തിന് വലതുഭാഗം തിരിച്ചു പിടിക്കുക. എന്നിട്ട് വലതുഭാഗം പിൻഭാഗം കഴുകുക. ശേഷം മയ്യിത്തിന് ഇടതുഭാഗത്ത് നമ്മൾ തിരിച്ചു പിടിച്ച ശേഷം ആ മയ്യിത്തിന്റെ ഇടതുഭാഗം കഴുകുക. ഇങ്ങനെ 1 തവണ അല്ലെങ്കിൽ 3 തവണ, ആവശ്യം വന്നാൽ 5, അല്ല വീണ്ടും ആവശ്യമാണ് 7, ഈ നിലയ്ക്ക് മയ്യിത്ത് കുളിപ്പിക്കൽ നിർവഹിക്കാവുന്നതാണ്. ആ മയ്യിത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ 3 തവണ കഴുകി കഴിഞ്ഞു, 3 തവണ കുളിപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടും തന്നെ മാലിന്യങ്ങളെ മറ്റേ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും കുളിപ്പിക്കാം. ആ കുളിപ്പിക്കൽ ഒറ്റയിൽ അവസാനിക്കുക. നമ്മൾ 4 മാറാൻ പാടില്ല, 6 മാറാൻ പാടില്ല, 5, 7 ഇങ്ങനെ ഒന്നിങ്ങനെ ഒറ്റയായിക്കൊണ്ടാണ് ആ കുളി വരേണ്ടത്. അങ്ങനെ കുളിപ്പിച്ച ശേഷം അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കർപ്പൂരമോ അല്ലെങ്കിൽ ആ നിലക്കുള്ള സുഗന്ധങ്ങളോ ഉള്ള വെള്ളം കലർത്തിയത് കർപ്പൂരം കലർത്തിയ വെള്ളം ഒഴിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ തലയിലൂടെ തുടങ്ങി വലതുഭാഗം ഇടതുഭാഗവും ക്രമത്തോടുകൂടി ആവർത്തിച്ച് കഴുകി 1 മുതൽ 3 വരെ, ആവശ്യം വന്നാൽ 5, ആ നിലയ്ക്ക് നിർവഹിക്കേണ്ടുന്ന ഒരു കർമ്മമാണ് മയ്യിത്ത് കുളിപ്പിക്കുക എന്നുള്ളത്. ആണുങ്ങള് സാധാരണ ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ എടുക്കാറുണ്ട്. മയ്യിത്തിന്റെ നഖം വെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ മയ്യിത്തിന്റെ കക്ഷം വൃത്തിയാക്കി കൊടുക്കുക, ആ ജാതി പണികളൊക്കെ ചെയ്യാൻ പാടില്ല. അതൊക്കെ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് സ്വയമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ശക്തമായ രോഗം ബാധിച്ചു കിടന്ന രോഗിയാണോ, സ്വയം ചെയ്യാൻ കഴിവില്ലാത്ത ആളായിരുന്നോ എങ്കിൽ അതിന്റെ മകൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന മുറിച്ചു കൊടുക്കണം. അതാരും ചെയ്യാറില്ല. അതേ സ്ഥാനത്ത് താടി ഒന്നിനാടെ മേടിച്ചു കൊടുക്കാറുണ്ട്. രോഗിയായി കിടക്കുമ്പോൾ പോലും ആ മനുഷ്യനെ താടി വടിക്കാൻ ആളുകളുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്തുകൾ ചെയ്തു കൊടുക്കാൻ ആളില്ല. ഇനി മരിച്ചു കഴിഞ്ഞാൽ മയ്യിത്ത് കുളിപ്പിക്കുന്ന നഖം വെട്ടിക്കൊടുക്കുക, അത് പാടില്ല.
അത് മയ്യത്തും അവന്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾക്ക് ആർക്കും മനസ്സിലാൻ അർഹതയില്ല. ആ ഭാഗമെല്ലാം വൃത്തിയാക്കണമെന്നുള്ളതും മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ സഹോദരിമാരാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ അവരുടെ മുടി 3 ഭാഗമായി മടങ്ങിടണം എന്നുകൂടി പ്രവാചകൻ കൽപ്പിച്ചു. അതിന്റെ വിശദ രൂപം കഴിഞ്ഞ വാർത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ 3 തവണ കഴുകി അവസാനം കർപ്പൂരം കലർത്തിയ വെള്ളം ഒഴിച്ച് മയ്യത്തിനൊക്കെ ഒപ്പിയെടുത്ത ശേഷം നോർമലായ മുമ്പ് കൊണ്ടോ മറ്റോ തുളച്ചെടുത്ത ശേഷം വീണ്ടും വല്ല മാലിന്യങ്ങൾ പുറത്തു വന്നാലോ പിന്നെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കുളിപ്പിക്കേണ്ട നിലയ്ക്ക് ശരീരത്തിൽ അത് വ്യാപകമാകുന്ന അവസ്ഥയിലൂടെ ആ മയ്യത്തിന്റെ നഖസിനും മറ്റും പുറത്തു വന്ന് വേണമെങ്കിൽ കുളിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ആ നഖസ് വന്ന ഭാഗവും അത് സ്പർശിച്ച ഭാഗവും മാത്രം കഴുകിയും വൃത്തിയാക്കിയാൽ മതി. ഇതാണ് നബിസല്ലല്ലാഹു സഹാബികളോട് കൽപ്പിച്ച രൂപം. ഇനി ചില ആളുകൾക്ക് മയ്യിത്ത് നമസ്കാരത്തിന്റെ മയ്യിത്ത് കുളിപ്പിക്കുന്ന ആദ്യത്തിലുള്ള സുന്നത്ത. കാരണം ഹദീസിനെ പഠിപ്പിച്ച് ഈ മയാമിനിഹ മവാലി വുദൂഇന്റെ ഭാഗങ്ങൾ കൊണ്ടും വലതു ഭാഗം കൊണ്ടും നിങ്ങൾ തുടങ്ങണമെന്ന ഹദീസിലുള്ളത്. അപ്പൊ കുളിയുടെ ആരംഭത്തിലാണ് വുദൂഉള്ളത്. ചില ആളുകൾ കുളി കഴിഞ്ഞാൽ വീണ്ടും ഒരു വുദൂ കാണാം. ഹദീസിന് തെളിവില്ല. പ്രവാചകന്റെ മാതൃകയും ആ വിഷയത്തിലില്ല. അതുകൊണ്ട് മയ്യിത്ത് കുളിപ്പിച്ച ശേഷമുള്ള രണ്ടാമത്തെ വുദൂ അത് ഹദീസ് സ്ഥിരപ്പെട്ടതെല്ലാം അത്തരം വേർപാടുകൾ നമ്മൾ ചെയ്യുവാനും പാടുള്ളതല്ല. ഇനി ഞാൻ അന്ന് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, മയ്യിത്ത് കുളിപ്പിക്കുക എന്നുള്ളത് പുണ്യകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇഖ്ലാസോടുകൂടി നിർവഹിക്കണം. ആ മയ്യിത്തുമായി ബന്ധപ്പെട്ട ഒരു ന്യൂനതകളും പോരായ്മകളും പുറത്ത് വിളിച്ചു പറയാൻ പാടുള്ളതെല്ലാം ഇത് കുളിപ്പിക്കുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇവിടെയുള്ള മറ്റൊരു മസല, മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നിർവഹിക്കാനുള്ളത് ആ മയ്യിത്തിന് വേണ്ടിയുള്ള നമസ്കാരമാണ്. മയ്യിത്ത് കൊണ്ടുപോകണം, നമസ്കരിക്കണം, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. പക്ഷേ മയ്യിത്ത് കുളിപ്പിക്കാൻ നിന്ന് 5 or 6 ആളുകൾ, ഒരു 4 or 5 ആളുകൾ അവരെ മയ്യിത്തിന്റെ കൂടെ കാണാറില്ല, മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാനും കാണാറില്ല. അവസാനം മറവ് ചെയ്യുമ്പോൾ അവിടെ അവർ ഓടി വരുന്നത് കാണാം. എന്താ സംഗതി? അവര് മയ്യത്ത് കുളിച്ചതിന് ശേഷം കുളിക്കാൻ പോയതാണ്. അവരെ കുളിക്കാൻ പോയത് കൊണ്ട് മയ്യത്തിന് വേണ്ടി നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട കർമ്മമായ നമസ്കാരം അതവർക്ക് നഷ്ടപ്പെട്ടു. മയ്യത്തിനെ അനുഗമിക്കുക എന്നുള്ള സുന്നത്ത് അതും അവർക്ക് നഷ്ടപ്പെട്ടു. യഥാർത്ഥ സഹോദരന്മാരും മയ്യത്തിനെ കുളിപ്പിച്ച വ്യക്തി കുളിക്കുക എന്നുള്ളതും നിർബന്ധമുള്ള കാര്യമല്ല. ഈ വിഷയത്തിൽ ഇമാം നവവി അദ്ദേഹം മുസ്ലിമിന്റെ ശറഹ് മുസ്ലിം വിശദീകരിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ വീക്ഷണം മദ്ഹബുൽ ജുംഹൂർ, നമ്മുടെ മാത്രമല്ല ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും വീക്ഷണം. ഈ വിഷയങ്ങളിലൊക്കെ ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണങ്ങൾ എടുത്തു പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ശാഫിഈ മദ്ഹബിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നീങ്ങുന്നത്. പക്ഷേ മദ്ഹബുമായി ഒരു ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളാണ് സഹോദരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. എന്താണ് ഷാഫിഈ മദ്ഹബിലുള്ളത്? അതെങ്കിലും നമ്മൾ പഠിക്കുക. ഇമാം ഷാഫിഈന്റെ അഭിപ്രായം ഇമാം നവവി പറയുന്നത്, ഷാഫിഈ മദ്ഹബിൽ അന്നഹു ലാ യജിബുൽ ഗുസ്ലു, കുളി നിർബന്ധമില്ല. മൻ ഗസല മയ്യിത, മയ്യിത്തിനെ കുളിപ്പിച്ച വ്യക്തിക്ക്, ലാകിൻ മുസ്തഹബ്ബ്, എന്നാൽ മുസ്തഹബ്ബാണ്, സുന്നത്താണ്, വേണമെങ്കിൽ ചെയ്യാം, അത്രയുള്ളൂ. ഇമാം ഖത്താബി പറയാണ്, ലാ അഅലമു അഹദൻ ഖാല ബിവുജൂദിഹി, അത് വുജൂബാണെന്ന് പറഞ്ഞ ഒരു ആലിമിനെയും എനിക്കറിയുകയില്ല. ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ വുജൂബാണെന്ന് പറഞ്ഞവരുണ്ട്. അത് അവരുടെ ഇജ്തിഹാദിയായ കാര്യമാണ്, നമ്മളാരും അത് എതിർക്കുന്നില്ല. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ഒരു മുസ്തഹബ് മാത്രമാണ്. മയ്യിത്തിനെ കുളിപ്പിച്ച വ്യക്തിക്ക് വേണമെങ്കിൽ കുളിക്കാം. ഈ ശരീരത്തിലൊക്കെ നജസായിട്ടുണ്ട്, അവന് കുളിച്ചേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ കുളിക്കാൻ നിരോധനമില്ല. പക്ഷെ കുളിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മയ്യിത്തിന് പിന്നാലെ പോകാൻ പറ്റൂ, എനിക്ക് മയ്യിത്ത് നമസ്കരിക്കാൻ പറ്റൂ എന്നുള്ള പിടിവാശി മൂലം അവിടെ ശേഷമുള്ള സുന്നത്തുകൾ ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ഈ വിഷയത്തിൽ ഒരു ഹദീസുണ്ട്, ആരെങ്കിലും മയ്യിത്തിനെ കുളിപ്പിച്ചാൽ അവർ കുളിച്ചുകൊള്ളട്ടെ. ഈ ഹദീസിൽ ഹദീസാണ് എന്നാണ് ഇമാം നവവി പറയുന്നത്. ഇമാം നവവി ആ ഹദീസ് ദുർബലമാണ് എന്ന് പറയുന്നു. എന്നാൽ ശേഷം നാസിറുദ്ദീൻ അൽബാനിയോ ആ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ കുളിക്കൽ നിർബന്ധമെന്ന് അല്ല. കാരണം അത് ഒരു കൽപ്പനാ രൂപത്തിലുള്ള നിർബന്ധമായ കൽപ്പനയല്ല, ആവശ്യമുണ്ടെങ്കിൽ നിർവഹിക്കാനുള്ള അർത്ഥത്തിലാണ്. കാരണം മറ്റു ചില ഹദീസുകളിൽ കാണാം, ലൈസ അലൈക്കും ഫീ ഗുസ്ലി മയ്യിത്തിക്കും ഗുസ്ലുൻ ഇദാ ഗസൽതുമൂഹു, നിങ്ങൾ മയ്യിത്തിനെ കുളിപ്പിച്ചാൽ ആ മയ്യിത്തിനെ കുളിപ്പിച്ചതിന്റെ പേരിലും കുളിപ്പിച്ച ആളുകൾക്ക് കുളി നിർബന്ധമില്ല എന്നുള്ള മറ്റൊരു ഹദീസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ
മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കട്ടെ എന്നുള്ള ഹദീസിന് ആ ആശയത്തെ നിർബന്ധം അല്ലെങ്കിൽ കൽപ്പന എന്ന അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. കാരണം മറ്റൊരു ഹദീസിലുള്ളത് നിങ്ങളുടെ മയ്യത്ത് നജസല്ല. ഒരു മനുഷ്യനെന്ന് നിങ്ങൾ കുളിപ്പിച്ചത്, ഒരു മനുഷ്യൻ നിങ്ങൾ അസുഖം ബാധിച്ച് കിടക്കുകയാണ്, ചിലപ്പോൾ മലമൂത്ര വിസർജനം ചെയ്തു, നിങ്ങൾ വൃത്തിയാക്കി കൊടുത്തു, ആ മനുഷ്യനെ കുളിപ്പിച്ചു കൊടുത്തു, നിങ്ങൾ കുളിക്കണോ? മരിച്ചതുകൊണ്ട് ആ മനുഷ്യൻ നജസാകുന്നില്ല. ഇന്നൽ മൂന്നിനായെങ്കിൽ ഒരു മൂന്നിനൊരിക്കലും നജസാവുകയില്ല. ശരീരം അലിഞ്ഞാൽ അത് നജസിന്റെ വകുപ്പ് അത് വേറെ. ഇപ്പോൾ മരിച്ച മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ച ആ മുസ്ലിമിന്റെ ശരീരം അതൊരിക്കലും നജസല്ല. അതുകൊണ്ട് തന്നെ ഹദീസിൽ പറയുന്നത് ഇന്ന മയ്യിത്തക്കും നിങ്ങളുടെ മയ്യത്ത് അത് നജസല്ല. അതുകൊണ്ട് നിങ്ങൾ മയ്യത്തിനെ കുളിപ്പിച്ച പാദം നിങ്ങൾ കഴുകിയാൽ മതി, നിങ്ങളുടെ കൈ കഴുകിയാൽ മതി എന്ന ഹദീസിലുള്ളത്. ശേഷം നമുക്ക് നമസ്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നൂരിലൂടെ ആ കാര്യം നിർവഹിച്ചാൽ മതി എന്നും ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നാ നഗ്സിലുൽ മയ്യിത്ത, നമ്മൾ മയ്യിത്ത് കുളിപ്പിക്കാറുണ്ട്. ഫമിന്നാ മൻ യഗ്തസിൽ, അപ്പൊ ചിലർ കുളിക്കാറുണ്ട്. ഫമിന്നാ മൻ ലാ യഗ്തസിൽ, ചില ആളുകൾ കുളിക്കാറില്ല. മയ്യത്തിനെ കുളിപ്പിച്ച ശേഷം കുളിച്ച ആളുകളുമുണ്ട്, കുളിക്കാത്ത ആളുകളുമുണ്ട്. അതൊരു സുന്നത്തായ നിലക്ക് മാത്രം സ്വീകരിച്ചാൽ മതി. ഈ സഹോദരന്മാരെ ഇങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച് ആ മയ്യത്തിന്റെ ശരീരത്തിലുള്ള വെള്ളമെല്ലാം ഒപ്പിയെടുത്ത ശേഷം പിന്നെ ചെയ്യേണ്ടത് ആ മയ്യത്തിനെ പിന്നെ വസ്ത്രം കൊണ്ട് പൊതിയലാണ്. ഇതിനാണ് നമ്മൾ കഫൻ ചെയ്യുക എന്ന് പറയാം. പഠിപ്പിച്ചു മയ്യത്തിനെ കുളിപ്പിച്ച ശേഷമുള്ള പ്രവാചകന്റെ പിന്നെ കൽപ്പനയായിരുന്നു കഫിനു, അവർ നിങ്ങൾ കഫൻ ചെയ്യണം. എന്തിനാ കഫൻ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ശരീരം മറയണം എന്നുള്ള നിബന്ധന മാത്രമേ ഉള്ളൂ. ഏറ്റവും വില പിടിച്ചത് വാങ്ങിക്കൊണ്ടുവരിക എന്ന ഒരു ആവശ്യം ഈ വിഷയത്തിലില്ല. കാരണം ഇമാം ബുഖാരിന്റെ റിപ്പോർട്ടിൽ കാണാം, ഇന്നൽ ഹയ്യ അഹഖ്ഖു ബിൽ ജദീദി മിനൽ മയ്യിത്തി ഇന്നമാ ഹുവ ബിൽ മഹ്ലതത്തി. മയ്യത്തിന് നിങ്ങൾ പൊതിഞ്ഞെടുക്കുന്നത് നശിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ജീവനോടെ വ്യക്തിയാണ് ഏറ്റവും നല്ലതിന്റെ അർഹൻ എന്ന് പറഞ്ഞാൽ പഴയതെങ്കിലും എടുത്ത് പുതിയണമെന്നല്ല. വളരെ വിലപിടിപ്പുള്ള ഏറ്റവും മുന്തിയ തൂർത്താകുന്ന നിലക്കുള്ള കെട്ടൽപടവുകൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നല്ലതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം. അതിൽ നിരസനങ്ങളുടെ മയ്യിത്ത് കഫൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹദീസിൽ കാണാം, മുഖ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സലാസത്തി അസ്വാബിൻ ബിയളിൻ, വെള്ള നിറമുള്ള 3 വസ്ത്രങ്ങളിലായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത് പൊതിഞ്ഞത്. ചില നാടുകളിലൊക്കെ വിവരം ഇല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്